ഈ മുട്ട് തേയ്മാനം ഏത് പ്രായത്തിലാണ് ഉണ്ടാകുന്നതെന്ന് പറയാമോ? സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് തേയ്മാനം എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്ന ആൾക്കാരിലാണ് തേയ്മാനം കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാർട്ടിലേജ് പെട്ടെന്ന് നടന്നു പോകും, കൂടുതൽ പെട്ടെന്ന് തേയ്മാനം വരാനൊരു സാധ്യതയുണ്ട്. ചില ലിഗമെന്റുകൾക്ക് പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടും പെട്ടെന്ന് തേഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാലും ഭൂരിപക്ഷം ആൾക്കാർക്കും പ്രായം കൂടുന്നതിനനുസരിച്ച് കാർട്ടിലേജ് തേഞ്ഞു പോയി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന ഒരു പ്രോബ്ലം വരും. അല്ലേ? എന്നാലും ഒരു ഏത് ഏജിലായിരിക്കും സാധാരണ? ഒരു 40 വയസ്സ് ശേഷമാണെന്ന് പറഞ്ഞാലും യങ്സ്റ്റേഴ്സിലും ഇത് കണ്ടുവരുമല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ നേരത്തെയും കണ്ടുവരുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഒരു നോർമൽ ആളുടെ ഒരു ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നത് ഒരു 70 years ഒക്കെ ആണല്ലോ. 70 years ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതിനൊക്കെ മുന്നേ പ്രോബ്ലി ഒരു നൂറ്റാണ്ട് മുന്നേ ആൾക്കാരുടെ ആ ഒരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ശരിക്കും നമ്മുടെ ഒരു ബോഡിയുടെ ഒരു ലൈഫ് സ്പാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 40-45 വയസ്സെന്നുള്ള ഇതിലൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയും മെഡിക്കൽ ഫീൽഡിലുള്ള ഇത്രയൊരു ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെന്റ് കാരണമാണ് നമ്മുടെയൊക്കെ ലൈഫ് സ്പാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടിരുന്നത്. അത് മുട്ടിനറിയില്ലല്ലോ. ജോയിന്റ് ഒരുപക്ഷെ അതിനു മുന്നേ തന്നെ പതുക്കെ തേയ്മാനത്തിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയേക്കാം 40-45 വയസ്സിൽ. പണ്ടൊക്കെ നമ്മൾ 60-70 വയസ്സെന്നൊക്കെ ആയിരുന്നു തേയ്മാനം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മുടെ ആക്ടിവിറ്റീസ് കൂടുതലാണ്, ആൾക്കാരുടെ ഡിമാൻഡ് കൂടുതലാണ്. അപ്പം നമുക്ക് ചെറിയ കാര്യങ്ങൾ വേദനയും ബുദ്ധിമുട്ടുണ്ടാക്കി തന്നെ അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലും അതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലും വരാം. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തായിട്ട് പലപ്പോഴും ഈ തേയ്മാനം നല്ല രീതിയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം പ്രായം വളരെ കുറഞ്ഞ് കണ്ടുവരാറുണ്ട്. 40-45 വയസ്സുള്ള ആൾക്കാരിൽ വരെ നല്ല രീതിയിൽ തേയ്മാനം അതിന്റെ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ കണ്ടുവരാറുണ്ട്.